ഇതിനകത്ത് ഞാൻ പറയുന്നത് ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്റ്റ് ആണ്, AMC ആണ് ഇവരുമായിട്ട് സൈൻ ചെയ്തിട്ടുള്ളതാണ് എൻ്റെ പരിമിതമായ അറിവിൽ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം. അതാണ് ഇതിനകത്തുള്ള ഇത്. പിന്നെ ഇതിനകത്ത് എത്ര സ്റ്റാഫുണ്ട്, ഇനിയിപ്പോൾ ഈ 2 കോടിയുടെ ഓഫീസും 4 കോടിയുടെ ഇൻറ്റീരിയർ ഡെക്കറേഷനൊക്കെ ചെയ്തെന്നൊക്കെ പറയുന്നത്, ഞാൻ എക്സാലോജിക്കിൻ്റെ ഓഫീസ് കണ്ടിട്ടില്ല. പണ്ടൊരു പിണറായി വിജയൻ്റെ ഒരു വീട് ഞാൻ കണ്ടിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇതിനകത്തൊക്കെ സർക്കുലേറ്റ് ചെയ്തിരുന്നത്. അതിപ്പോൾ എന്തായെന്ന് എനിക്കറിയാം. ഇതാണ് പിണറായി വിജയൻ്റെ രമ്യ ഹർമ്മ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അത് കമല ഇൻ്റർനാഷണലിനെ കുറിച്ച് കേട്ടിരുന്നു കുറേ നാൾ. പിന്നീട് അതൊക്കെ അങ്ങനെ ഒരു കമ്പനി പോലും ഇല്ല എന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്തു. അതുപോലെയാണ് ഈ കമ്പനികളുടെ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇത് ഏതാണ്, നമ്മളെല്ലാം പോസ്റ്റ് ട്രൂത്ത് ഇറയിൽ ജീവിക്കുന്ന ആളുകളല്ലേ. ഇപ്പം ഞാൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കാത്ത ഒരു കാര്യം അല്ല, അറ്റ്ലീസ്റ്റ് ഞാനത് ഞാൻ ബാംഗ്ലൂർ കഴിഞ്ഞ പോയപ്പോൾ ഞാൻ ശ്രമം നടത്തിയതാണ്, പറ്റിയില്ല. ഇപ്പോഴിത് പ്രവർത്തിക്കുന്നുണ്ടോ? എക്സ്ട്രാ ലോജിക് ഇപ്പൊ ഫങ്ഷണൽ അല്ല, പ്രവർത്തിക്കുന്നില്ല. ഇതിനകത്ത് പറഞ്ഞാൽ ഒരു സംഭവം ഇങ്ങനെ അന്വേഷണം നടത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നീട് അത് കൂടുതൽ നമ്മൾ അതിൽ നൂലാമലകളിലേക്ക് പോകേണ്ട, അതവിടെ ഫ്രീസ് ആവട്ടെ. അതിനുശേഷം അന്വേഷണം നടത്തിയിട്ട് അന്വേഷണത്തിന് പൂർത്തിയായതിനു ശേഷം ചിലപ്പോൾ ഒരു വിദേശ രാജ്യത്തിൽ നമുക്കത് തുടങ്ങണോ വേണ്ട നിർത്തണമെന്നൊന്നും നമുക്ക് നിഷ്കർഷിക്കാനാവില്ല. പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. പെട്ടെന്ന് തന്നെ അത് ഡിലീറ്റഡ് ആവുകയും ചെയ്തു. അത് വാർത്ത പുറത്തു വന്നതിന് ശേഷം. എന്തിനാണ് അതൊരു വെബ്സൈറ്റ്, എങ്ങനെയാണ് കാനഡയിൽ ഉണ്ടാക്കിയ ഒരു വെബ്സൈറ്റ്, പ്രോക്സി വെബ്സൈറ്റ്. അത് ഷോൺ ജോൺ തന്നെ പറഞ്ഞതാണല്ലോ. ഷോൺ ജോർജ് തന്നെ പറഞ്ഞതാണ്. ഒരു ചൂണ്ടയിട്ട് നോക്കിയതാണെന്ന് ഷോൺ ജോർജ് തന്നെ വെളിവാക്കിയ ഒരു സംഭവം പിന്നെ എടുത്തിടുന്നത് എന്തിനാ? ഷോൺ ജോർജ് തന്നെ പറഞ്ഞാണ് ഞാനൊരു ചൂണ്ടയിട്ട് നോക്കിയതാണ്. ഒരു പ്രോക്സി വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ആർക്കാണ് പറ്റാത്ത? ഏത് രാജ്യത്ത് ആർക്ക് വേണേലും പറ്റും. അതിന് വലിയ IT വിദഗ്ധനാവേണ്ടുന്ന കാര്യമൊന്നുമില്ല. ആര് ഓപ്പൺ ചെയ്തെന്നാ പറയുന്നത്? ഷോൺ ജോർജ് തന്നെ പറഞ്ഞ ഞാനൊരു ചൂണ്ടയിട്ട് നോക്കിയതാ കൊത്തുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ വെളിയിൽ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞത് മാത്രമല്ല, കാനഡയിൽ ഓഫീസിന്റെ കാര്യം മാത്രമല്ല, എക്സാലോജിക്കിന്റെ മെന്ററിന്റെ കാര്യമൊക്കെ വിദേശത്തല്ല, ഇനി ലോകമെമ്പാടും ബ്രാഞ്ചസ് തന്നെ ഉണ്ടാക്കാം. നമ്മൾ ഈ പറയുന്ന സൈബീരിയയിലാണ് ബ്രാഞ്ച് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ചെക്കോസ്ലോവാക്യയിൽ ബ്രാഞ്ച് ഉണ്ടാക്കാം. എക്സാലോജിക്കിന്റെ മെന്ററെ കുറിച്ച് വെർച്വൽ റിയാലിറ്റിയാണ്. പിന്നെ അറിഞ്ഞുകൊണ്ട് വന്നപ്പോൾ കാരണം എന്താ, മെന്ററുടെ കണക്ഷൻ വേറെയാണ്. അപ്പോൾ ഇതിൽ ട്രാൻസ്പെറൻസിയെ കുറിച്ച് വാദോരാതെ സംസാരിക്കുന്ന ഡോക്ടർ ജയരാജ് എന്തുകൊണ്ട് സുതാര്യത ഉറപ്പുവരുത്തണം എന്ന് എന്തുകൊണ്ട് താങ്കൾ വാദിക്കുന്നില്ല? അത് പറ. എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനിയല്ല, എല്ലാ കമ്പനികളും അതിന്റെ പ്രൈവറ്റ് ഡൊമൈൻസ് ഉണ്ട്, പബ്ലിക് ഡൊമൈൻസ് ഉണ്ട്. പബ്ലിക് ആക്കേണ്ടുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് IT കമ്പനികളെല്ലാം ഒന്നും ഈ പറഞ്ഞ കണക്കൊരു ട്രാൻസ്പെറന്റ് ഒന്നും അല്ല. അവരുടെ ആക്ടിവിറ്റീസ് ഒന്നും ട്രാൻസ്പെറന്റ് ഒന്നും അല്ല. ഏത് IT കമ്പനിയുടെ ട്രാൻസ്പെറന്റ്? പിന്നെ ലീഗൽ ഓരോ രാജ്യത്തുള്ള ലീഗൽ അനുസരിച്ച്, നിയമങ്ങൾ അനുസരിച്ച് അവർ കൃത്യമായിട്ട് അത് കൊടുക്കും. ഇപ്പൊ USB ഗ്ലോബലിന്റെ എന്ത് ആക്ടിവിറ്റിയാണ് നടക്കുന്നത് നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? അത് കൊടുക്കാൻ പറ്റുമോ? അതുകൊണ്ടല്ലേ ഒരു സ്പെഷ്യൽ എക്കണോമിക് സോണിൽ വർക്ക് ചെയ്യുന്നത്. അവിടെ വർക്ക് ചെയ്യുന്ന സാധനങ്ങൾക്ക് എങ്ങനെയാണ് അത് പൊതുജനങ്ങൾക്ക് ഞങ്ങൾ ഇന്ന പ്രോജക്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്ന സാധനങ്ങളാണ് ചെയ്യുന്നത്, ഇന്ന ക്രയവിക്രയമാണ് ചെയ്തുകൊണ്ടിരുന്നത് തുറന്നിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പല കമ്പനികളും അങ്ങനെ തന്നെയാണ്. പിന്നെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് പുറത്ത് പറയാവുന്ന കാര്യങ്ങൾ പുറത്ത് പറയുകയും അല്ലാതെ അവർക്ക് രഹസ്യമായിട്ട് അവർക്ക് കീപ്പ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അവരുടെ ബിസിനസ് സീക്രട്ട് അല്ലേ അതൊക്കെ, അത് പുറത്ത് പറയാൻ പറ്റുമോ? അത് അങ്ങനെ എല്ലാ കമ്പനികൾക്കും അത് ബാധകമാണ്. അങ്ങനെ രക്ഷപ്പെട്ടു പോരുത്. അങ്ങനെയാണെങ്കിൽ മെന്ററിന്റെ പേര് എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തു? ഇതിലെ ഡയറക്ടർമാർ ആരുമായിട്ട് അല്ല, അതിലെങ്കിലും ഒരു സുതാര്യത. ഞാൻ പറഞ്ഞു അഡ്വൈസറി ബോർഡ് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഒരു അഡ്വൈസറി ബോർഡ് വെക്കുന്നു, നമ്മൾ 2-3 പേരെ വിളിച്ച് വെക്കുന്നു, ഞങ്ങൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നു, അതിനകത്ത് അഡ്വൈസറി ബോർഡിൽ സാറിൻ്റെ പേര് വെച്ചോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എൻ്റെ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ, എനിക്കറിയാവുന്ന വ്യക്തികളാണെങ്കിൽ ചിലപ്പോൾ ഞാൻ സമ്മതിക്കും. അല്ലെങ്കിൽ പക്ഷേ നാളെ ഒരു കേസിൽ ഇടപെടുകയാണെങ്കിൽ എൻ്റെ പേര് ടെയിൻറ്റഡ് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ബോർഡ് തീരുമാനിക്കും ഇന്ന ആളുടെ പേര് ഒഴിവാക്കിയേക്കാം എന്ന് തീരുമാനിക്കും. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ.